ഇപ്പോൾ സേവ് നിമിഷപ്രിയ സെൽ ലീഗൽ അഡ്വൈസർ ശ്രീ സുഭാഷ് ചന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടായതായാണ് ഇപ്പോൾ കാന്തപുരം ഓഫീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതിൽ ഈ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായിട്ടുണ്ട്, ജയിൽ മോചനം സംബന്ധിച്ച ചർച്ചകൾ തുടരുമെന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയിച്ചു എന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ശ്രീ സുഭാഷ് ചന്ദ്രൻ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വളരെ സജീവമായ ചർച്ചകളാണ് ശ്രീ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ യമനിൽ നടന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ സൂഫി പണ്ഡിതന്മാർ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂഫി പണ്ഡിതന്മാർ അവിടെ നടത്തിക്കൊണ്ടിരുന്ന ചർച്ചകളുടെ ഭാഗമായി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം, അത്തരത്തിൽ നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ആ തീരുമാനമാണ് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിച്ച സൂചനകൾ പ്രകാരം വധശിക്ഷ താൽക്കാലികമായി അല്ലെങ്കിൽ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഇപ്പോൾ ആ കുടുംബം സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും മലയാളികളെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ്. ഇനി ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കുടുംബത്തിലെ ചില വ്യക്തികളുടെ, ചില ആളുകളുടെ എതിർപ്പുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിസർവേഷൻസ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം അല്ല ശ്രീ സുഭാഷ് ചന്ദ്രൻ, അത് തന്നെയാണ് നമ്മുടെയും സംശയം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ചർച്ചകളിൽ അതിനുശേഷം ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം, പ്രത്യേകിച്ചും സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ നിലപാട് കൃത്യമായി പറയുന്നു, ഒരു രീതിയിലും പിന്നോട്ടില്ല, ആ വധശിക്ഷ നടപ്പാക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിൽ നിന്നും പിന്നോട്ട് മാറില്ല, എത്ര ബ്ലഡ് മണി തന്നു കഴിഞ്ഞാലും അതിൽ മാറില്ല എന്നൊക്കെ നിലപാട് പറഞ്ഞതായുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ആ പോസ്റ്റ് അടക്കം നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഏത് രീതിയിലുള്ള ചർച്ചകളിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയ നിയമപ്രകാരം ഈ തീരുമാനം എടുക്കേണ്ടത് ഈ പറയുന്ന കൊല്ലപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശികൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മക്കൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർ, അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ, ഇവർക്കാണ് പ്രാധാന്യം. ഇവരുടെ തീരുമാനത്തിനാണ് ഈ പറയുന്ന ശരിയ യമനിലെ നിയമപ്രകാരമുള്ള ഒരു ഏറ്റവും പ്രാധാന്യം ലഭിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളെ ഓൺ ബോർഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ചർച്ചകളുടെ ഭാഗമാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവരെ ഈ കാര്യങ്ങൾക്കകത്ത് ഒരു ധാരണയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേസമയം സഹോദരൻ ഉൾപ്പെടെയുള്ള, നമ്മൾ നേരത്തെ കണ്ട സഹോദരൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി അദ്ദേഹം ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയും അദ്ദേഹത്തിന്റെ റിസർവേഷൻസ് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതിനകത്ത് അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും അദ്ദേഹത്തിന്റെ മക്കളും ഉൾപ്പെടെയുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾക്കകത്ത് ഒരു തീരുമാനം എടുപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനിയും മറ്റാളുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരേണ്ടതുണ്ട്. ചർച്ചകൾ തുടരുന്നില്ല എന്നല്ല പറഞ്ഞു. പക്ഷെ വധശിക്ഷ എന്ന് പറയുന്ന തീരുമാനത്തിനകത്ത് ഒരു ഇളവ് നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ വധശിക്ഷ എന്ന് പറയുന്ന തീരുമാനത്തിനകത്ത് ഒരു അനിശ്ചിതത്വം ഇല്ലാതാക്കാൻ വേണ്ടി അക്കാര്യങ്ങൾക്കകത്ത് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പോലും നിമിഷയുടെ മോചനം സാധ്യമാക്കുക എന്നുള്ളത് ഇനിയും തുടർ ചർച്ചകളുടെ ഭാഗമായി വരേണ്ട കാര്യമാണ്. അക്കാര്യങ്ങൾക്കകത്ത് തുടർ ചർച്ചകൾ തുടരും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അതെ ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് AP അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് താൻ നടത്തിയ ഇടപെടലുകളെ ഒന്ന് പിന്നോട്ടടിക്കാൻ ചില ശ്രമങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അനുരഞ്ജനത്തിന്റെ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നൊക്കെ ചില നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഇന്നലെ വ്യക്തമായതാണ്. അദ്ദേഹം അത് ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചതാണ്. ഇന്നലെയാണ് അത് ഞാൻ മനസ്സിലാക്കുന്നത്, കൊച്ചിയിൽ നടന്നൊരു പരിപാടിയാണ്. പക്ഷേ ഇന്നത്തേക്ക് വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ അത് തുടർന്നുകൊണ്ടേ ഇരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് 94 വയസ്സുള്ള വന്ധ്യവയോധികനായ ഒരു ഇസ്ലാമിക പുരോഹിതൻ, ഒരു മതപുരോഹിതൻ, അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെല്ലാം അവഗണിച്ചുകൊണ്ട് തുടർച്ചയായി ചർച്ചകൾ നടത്തുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾക്കകത്ത് നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം തുടർച്ചയായി അദ്ദേഹത്തിന്റെ ബന്ധമുള്ള അവിടെയുള്ള ഈ പറയുന്ന സൂഫി പണ്ഡിതന്മാരുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അക്കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുകയും ആ തുടർച്ചയായ ചർച്ചകൾ നടത്തുകയും അതിന്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കാൻ വേണ്ടി അവരെ കൊണ്ട് സാധിക്കുകയും നിമിഷയുടെ വധശിക്ഷ താൽക്കാലികമായി റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ വരുന്നത് ശ്രീ കാന്തപുരത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്തയും ഈ വധശിക്ഷ റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കുടുംബം തയ്യാറാകുന്നു എന്നുള്ള ഈ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് വരെ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത്
അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകളുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ സംഘടനാപരമായിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായി അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിനകത്തുള്ള പല വ്യക്തികളും സംഘടനകളും നടത്തിയ ശ്രമങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായി ഈ സഹോദരന്റെ ഫേസ്ബുക്ക് വാളിനകത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വാളുകൾക്കകത്ത് പോലും പോയി അറബിക് ഭാഷയിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ രേഖപ്പെടുത്തുന്നതും അത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ നമ്മുടെ സഹോദരിയായ മലയാളിയായ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഉൾപ്പെടെയുള്ള കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള സങ്കുചിതമായ താല്പര്യങ്ങളുടെ ഭാഗമായി ഇങ്ങനെ പ്രവർത്തിക്കാൻ എങ്ങനെ മലയാളി സമൂഹത്തിന് കേരളീയ സമൂഹത്തിന് സാധിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഈ സമൂഹത്തോട് ഉന്നയിക്കുന്നത്. ഏതായാലും ഇതിന്റെയൊക്കെ മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നു. ശ്രീ കാന്തപുരത്തിന്റെ ഒക്കെ പിന്തുണയും വളരെ നിസ്സീമമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പിന്തുണയും ശ്രമങ്ങളും ഒക്കെ ഭാഗമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ള വളരെ ആശാവഹമാണ്. ഇനിയുള്ള ദിവസങ്ങൾക്കകത്തും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും വളരെ പോസിറ്റീവായ രീതിയിലുള്ള തീരുമാനം ഇപ്പോൾ ഈ വധശിക്ഷ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ വരുന്ന സമയത്ത് നിമിഷപ്രിയെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് അനധിവിദൂരമല്ലാത്ത ദിവസങ്ങൾക്കകത്ത് ഭാവിയിൽ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നന്ദി ശ്രീ സുഭാഷ് ചന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സേവ് നിമിഷപ്രിയ ഫോറത്തിന്റെ ലീഗൽ അഡ്വൈസർ ശ്രീ സുഭാഷ് ചന്ദ്രൻ പ്രതികരിക്കുകയായിരുന്നു ടെലിഫോണിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.